ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഫൺ ആയിട്ടുള്ള സയൻസ് പ്രൊജക്റ്റ് ആണ്. DIY വോൾക്കാനോ ഇറപ്ഷൻ. സ്കൂൾ പ്രൊജക്റ്റുകൾക്ക് അതേപോലെ തന്നെ സയൻസ് ഫെയറിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ വർക്കിംഗ് മോഡലൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഏകദേശം ഒരു ടൈമാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് വോൾക്കാനോ മോഡൽ തയ്യാറാക്കണം. വുഡ് പീസ്, സിസേഴ്സ്, കാർഡ്ബോർഡ്, ടേപ്പ്, ബോട്ടിൽ, ഫെവിക്കോള്, വേസ്റ്റ് പേപ്പേഴ്സ്, പിന്നെ പെയിന്റും ഗ്ലൂ ഗണ്ണും ഉപയോഗിച്ചിട്ട് പർവ്വതം അല്ലെങ്കിൽ കുന്നിന്റെ ഷേപ്പ് ഉണ്ടാക്കണം. ഞാൻ ഈ ബോട്ടിൽ എടുത്തിട്ട് ഇതിന്റെ ലാബലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. ഇനി ഈ ബോട്ടിലിന് കവർ ചെയ്യുന്ന തരത്തിൽ ഒരു കുന്ന് പോലെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോട്ടിലിന് ചുറ്റും ഇതേപോലെ 2-3 കാർഡ്ബോർഡ് പീസ് വെച്ച് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ബോട്ടിൽ എപ്പോൾ വേണേലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ ഈ പർവ്വതം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ബോട്ടിൽ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ഗ്യാപ്പൊക്കെ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി എക്സ്ട്രാ കാർഡ്ബോർഡും വേസ്റ്റ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിനൊരു കുന്നിൻ്റെ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരണം. ശേഷം കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതിലേക്ക് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേസ്റ്റ് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മളെ കുന്നിന് കംപ്ലീറ്റ് ആയിട്ട് ഈ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതൊന്ന് ഡ്രൈ ആകുമ്പോഴേക്ക് നമ്മുടെ വുഡ് പീസിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു കോട്ട് വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ശേഷം 2 തീമിലായിട്ടാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നമ്മുടെ പർവ്വതം വെക്കാനുള്ള ഒരു പ്ലേസ് ആണിത്. അപ്പോൾ 2 എൻഡ് ഞാൻ 2 തരത്തിലാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ നിങ്ങൾ ട്രേ ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ വേഗം പോയി ലൈക്കും കൂടി ചെയ്യുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിലാണ് ഇനി നമ്മുടെ പർവ്വതം വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ആ പർവ്വതം ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അത് ഞാൻ ബ്രൗൺ കളർ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീനും ബ്ലാക്കും ആയിട്ട് ചെറിയ ചെറിയ ടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വൂളൻ ത്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്തായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും നമ്മുടെ വുഡ് പീസിലേക്കൊന്ന് വെച്ച് നോക്കാം. വേണേൽ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതേപോലെ പേപ്പർ കൊണ്ടുണ്ടാക്കിയ സ്റ്റോണൊക്കെ, കല്ലുകൾ, പാറ പോലെയൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കും. ചെറിയ ചെറിയ തരത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം പർവ്വതത്തിൻ്റെ ഹോളിലൂടെ ലാവ ഒഴുകി വരുന്ന ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാവ ഒഴുകി വരുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്കതിനെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കുന്നിൻ്റെ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇറപ്ഷൻ അഥവാ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന ആ ഒരു തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് റെഡിയാക്കണം. അതിന് ബേക്കിംഗ് സോഡ, ഫുഡ് കളർ, അതേപോലെ വിനെഗറാണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഫണൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ശേഷം അത് നമുക്ക് പർവ്വതത്തിൻ്റെ താഴത്തെ ഭാഗത്തൂടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫുഡ് കളറും വിനെഗറും ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ പർവ്വതത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ മിനി വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുന്നത് കാണാം. ലാവ പോലെ റെഡ് ഫോം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളറിൻ്റെ കൂടെ വേണമെങ്കിൽ ഡിഷ് വാഷും അതേപോലെ തന്നെ സീക്വൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഉഷാറാക്കാൻ പറ്റും. ഞാൻ സിമ്പിൾ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു സിമ്പിൾ കെമിക്കൽ റിയാക്ഷനാണ്. ബേസായ ബേക്കിംഗ് സോഡയും അതേപോലെ ആസിഡായ വിനെഗറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യും. അതാണ് ഫോമായിട്ട് പുറത്തേക്ക് വരുന്നത്. ലാവ പോലെ നമുക്ക് തോന്നും. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പെരിമെൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളിലുള്ള പ്രൊജക്റ്റിലൊക്കെ സബ്മിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.